അപ്പോൾ ഇന്ന് നമ്മൾ കുംഭമേള നടക്കുന്ന ശ്രീ നാവാമുകുന്ദ ക്ഷേത്രത്തിൻ്റെ പ്രധാന കവാടത്തിന് മുന്നിലാണ്. കുംഭമേളയെക്കുറിച്ച് അറിഞ്ഞ് ആളുകൾ വന്ന് തുടങ്ങുന്നതേ ഉള്ളൂ, അധികാരം ആയിട്ടില്ല. കുംഭമേള സ്നാനത്തിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ സ്നാനം കഴിഞ്ഞ് ചില ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. കുംഭമേളയുടെ 3-ാം ദിവസമായിരുന്നു. വേദമന്ത്രങ്ങൾ ചെയ്തു കൊടുത്ത നമ്മുടെ അമ്മമാരാണ് കൂടെ ഉള്ളത്. അപ്പൊ നമുക്ക് ഇവരോട് തന്നെ ഞങ്ങൾ എറണാകുളം, തിരുവനന്തപുരം, കേരളത്തിന്റെ പല സ്ഥലങ്ങളിൽ നിന്ന് വരുന്നവരാണ്. നോർത്ത് പറവൂർ, എറണാകുളം ഡിസ്ട്രിക്ട് തന്നെയാണ്. ഞാൻ തൃപ്പൂണിത്തറ. ഞാൻ പാലാരിവട്ടം. ഞാൻ തിരുവനന്തപുരം. കോഴിക്കോട്. അപ്പോ വ്യത്യസ്ത സ്ഥലങ്ങളിലാണ് വരുന്നത്. അതെ അതെ അതെ. ഒരേ ഗുരുവിന്റെ കീഴിലാണ് ഞങ്ങൾ അഭ്യസിക്കുന്നത്. ഗായത്രി ഗുരുകുലം എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ ആചാര്യൻ തിരൂരാണ് അരുൺ പ്രഭാകരൻ. ഇന്നലെ വേദഘോഷത്തിനുണ്ടായിരുന്നു. ഇപ്പൊ ആചാര്യന്റെ കീഴിൽ ആചാര്യന്റെ പലവിധ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ഒരുപാട് ക്ലാസ്സുകൾ നടത്തുന്നുണ്ട്. അപ്പൊ എറണാകുളത്ത് ആദ്യം ഓഫ്ലൈനായിട്ട് തുടങ്ങി, പിന്നെ കോവിഡ് ഒക്കെ വന്നപ്പോൾ അത് ഓൺലൈൻ ആക്കേണ്ടി വന്നു. അതുപോലെ ദുബായില്, അമേരിക്കയില്, സിംഗപ്പൂരിലുള്ള എല്ലാ സ്ഥലങ്ങളിലും ആചാര്യന്റെ ശിഷ്യന്മാരുണ്ട്. അപ്പൊ ഞങ്ങളിങ്ങനെ എന്തെങ്കിലുമൊക്കെ പരിപാടികൾ വരുന്ന സമയത്ത് ഞങ്ങൾ ഒത്തുകൂടും. പല സ്ഥലങ്ങളിൽ നിന്ന് വന്നിട്ട് ഇപ്പൊ ദുബായിൽ നിന്നൊക്കെ ആൾക്കാർ വരും ഇനി 22-ാം തീയതി ആകുമ്പോഴേക്കും. അപ്പൊ അങ്ങനെ ഞങ്ങൾ ഒത്തുകൂടുക ചെയ്യുന്നത്. 3-ാം തീയതി വരെ ഉണ്ടാവും. വളരെ പരിചയപ്പെട്ട വളരെ സന്തോഷം. കണ്ടുമുട്ടാൻ സാധിച്ചത് പൂർവ്വഭാഗ്യമായിട്ട് കരുതുന്നു. ഞങ്ങൾക്കത് പങ്കെടുക്കാൻ സാധിച്ചത് വളരെ സന്തോഷമായിരുന്നു. അപ്പൊ ഇതാണ് മെയിൻ കവാടത്തിലെ കാഴ്ചകള്. ഇനി നമുക്ക് ഇപ്പൊ നമ്മുടെ വിവാദമായി കിടക്കുന്ന നമ്മുടെ നിള കയ്യേറി എന്ന് പറയപ്പെടുന്ന നമ്മുടെ ആരത്തിക്കാട്ടിലേക്ക് പോകുന്ന പാലത്തിന്റെ അവിടുത്തെ കാഴ്ചകളിലേക്ക് പോകാം. ഇതാണ് അവിടുത്തെ കവാടം വരുന്നത്. അപ്പൊ ഈ പാലം ഇപ്പോഴും ഓപ്പൺ ആയിട്ടില്ല. പാലം ഓപ്പൺ ആയെങ്കിലേ നമുക്ക് നമ്മുടെ സ്നാനവും അതുപോലെ ആരതിയും ഒക്കെ അപ്പുറം സുഖകരമായിട്ട് നടത്താൻ പറ്റുള്ളൂ. ഇതാണ് ആ പാലം.